പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയുന്നത് നല്ലൊരു പോട്ടിംഗ് മിക്സ്, നമ്മൾ ഇൻഡോർ പ്ലാന്റൊക്കെ നടാൻ പറ്റിയൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്ന ഒരു അളവാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് പെർലൈറ്റ്, ചകിരിച്ചേറ്, ഉമി, മണ്ണ്, ഈ 4 ഐറ്റമാണ്. അതിൽ ഉമി നമുക്ക് നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഉമി എല്ലാം ഒരേ അളവ് പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാത്രം ഉമി, അതേ പാത്രത്തിൻ്റെ അളവിൽ തന്നെ ഒരു പാത്രം പെർലൈറ്റ്, അതേ അളവിൽ തന്നെയാണ് നമ്മൾ ചകിരിച്ചേറും എടുത്തിരിക്കുന്നത്. ഇത് മൂന്നും ഒരേ അളവിൽ ഒരേ പാത്രത്തിലാണ്, ഒരേ ഷേപ്പ് പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന മണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു 2 പാത്രം മണ്ണ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത ഓരോ പാത്രം അളവിൻ്റെ ഒരു ഇരട്ടിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പാത്രത്തിൽ മണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു ഉമി നിർബന്ധമല്ല, ഉമി നിങ്ങൾ കിട്ടുമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് 4 ഐറ്റവും കൂടെ നമ്മൾ ശരിക്കും ഒരു ചട്ടിയിലോട്ട് തട്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു പാത്രത്തിലോട്ടോ ചട്ടിയിലോട്ടോ ഒക്കെ തട്ടിയതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് നമ്മളൊരു ഒരു ദിവസം വച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്പോഴേ തന്നെ മാറ്റി നടാം. ഇതിനകത്ത് നമ്മളെല്ലാം ഒരുമിച്ച് തട്ടിയതിന് ശേഷം നന്നായി നമ്മുടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ചകിരിച്ചേറ് മാക്സിമം കഴുകിയത് തന്നെ എടുക്കണം, കഴുകി വൃത്തിയാക്കിയത് തന്നെ എടുക്കണം. കറയൊന്നും കാണാൻ പാടില്ല, അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റിൽ അല്ലെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്താണ് ഈ പോട്ടിംഗ് മിക്സ്. അതിങ്ങനെ ഇരിക്കും. ഉമി നമുക്ക് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പെർലൈറ്റും ചകിരിച്ചേറും മണ്ണും ഒക്കെ കൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം ഇങ്ങനെയുള്ള പോട്ടിംഗ് മിക്സിന് മതി. അപ്പോൾ അത് നമുക്ക് വളരെ ലാഭകരം, ഇൻഡോർ പ്ലാന്റൊക്കെ നമ്മൾ വയ്ക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.